യൂസിൽ നമ്മുടെ മുടിക്ക് ഉള്ളു കൂട്ടാൻ സഹായിക്കുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹെയർ പാക്ക് ആണ് കേട്ടോ ഇത്. ആഴ്ചയിൽ ഒരു തവണ വെച്ച് നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എത്ര ഉള്ളില്ലാത്ത മുടിയാണെങ്കിൽ മുടി ഉള്ളോടുകൂടി വളരാൻ ഇത് നന്നായിട്ട് സഹായിക്കും. നമ്മുടെ 7 days റൈസ് വാട്ടർ ഹെയർ ഗ്രോത്ത് ചലഞ്ചിൽ ഇന്ന് ഡേ 6 ആണ്. അപ്പൊ നമ്മൾ ഇന്ന് ഒറ്റ യൂസിൽ നമുക്ക് മുടിക്ക് ഉള്ളു കൂടാൻ സഹായിക്കുന്ന ഒരു ഹെയർ പാക്ക് ആണ് കേട്ടോ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഒറ്റ യൂസിൽ മുടിക്ക് ഉള്ളു കൂടാന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം നമുക്ക് എന്തായാലും പെട്ടെന്ന് മുടി വളർന്നൊന്നും വരില്ല എന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെയല്ല കേട്ടോ, നമുക്ക് ഒറ്റ യൂസിൽ തന്നെ നമ്മുടെ മുടിയുടെ ടെക്സ്ചർ ഒന്ന് മാറ്റാനും എത്ര ഉള്ളില്ലാത്ത മുടിയാണെങ്കിലും ആ മുടിക്ക് ഉള്ളുള്ളതായിട്ട് ഫീൽ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഹെയർ പാക്ക് ആണ്. പിന്നെ നമുക്ക് റിയൽ ആയിട്ട് മുടിക്ക് ഉള്ളു വരണം, പുതിയ മുടികൾ വളരാനും സഹായിക്കുന്ന ഒരു ഹെയർ പാക്ക് ആണ് കേട്ടോ. അത് ഒറ്റ ദിവസം കൊണ്ടല്ല, നമ്മൾ ഒരു മാസമൊക്കെ കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് റിസൾട്ട് കിട്ടും കേട്ടോ. ഇത് ഏത് പാക്കാന്നുള്ളത് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. നമ്മുടെ കരിഞ്ജീരക ഹെയർ പാക്ക് ആണ്. ഇപ്പോൾ നമ്മുടെ മുമ്പ് വീഡിയോസ് ഒക്കെ കാണുന്നവർക്കറിയാം, ഞാൻ ഒരുപാട് തവണ ചെയ്തിട്ടുള്ള പാക്കാണ്, ഒരുപാട് പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. എൻ്റെ ഹെയർ ഗ്രോത്തിന് ഒരുപാട് സഹായിച്ചിട്ടുള്ള ഒരു ഹെയർ പാക്ക് ആണ് കേട്ടോ ഇത്. നമ്മളൊരു റൊട്ടീനൊക്കെ ഫോളോ ചെയ്തിട്ട് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈ ഒരു ഹെയർ പാക്കും കൂടി ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് എന്തായാലും റിസൾട്ട് കിട്ടും. മുടിക്ക് ഉള്ളില്ല എന്നാണ് എല്ലാവരുടെയും പരാതി. നമ്മൾ കമൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ മുടി പൊഴിച്ചിലും താരന്റെ പ്രശ്നം മാറ്റി നിർത്തുകയാണെങ്കിൽ മുടിക്ക് ഉള്ളില്ല എന്നാണ് ഒരുപാട് പേരുടെ പ്രശ്നം. അപ്പം ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന കാര്യം, ഒരു കറക്റ്റ് ഒരു റുട്ടീൻ നമ്മൾ ഫോളോ ചെയ്യുക. നമുക്ക് പറ്റുന്ന രീതിയിൽ കേട്ടോ, വലിയ റുട്ടീൻ അങ്ങനെയൊന്നും അല്ല, പറ്റുന്ന രീതിയിൽ ഒരു റുട്ടീൻ ഫോളോ ചെയ്യുക. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പറ്റുന്ന പോലെ ഭക്ഷണമൊക്കെ ശ്രദ്ധിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈ ഒരു ഹെയർ പാക്കും കൂടി നമ്മൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും കേട്ടോ. പെട്ടെന്ന് റിസൾട്ട് കിട്ടണം എന്ന് പറയരുത്, ഒരു മാസം കൊണ്ടൊക്കെ നമുക്ക് അതിൻ്റെ വ്യത്യാസം എന്തായാലും അറിയാൻ വേണ്ടി പറ്റും കേട്ടോ. പിന്നെ നമ്മുടെ ചലഞ്ച് ഇപ്പോൾ 6ാമത്തെ ദിവസമായി. നമ്മളിപ്പോൾ 6ാമത്തെ പാക്കാണ് കേട്ടോ നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ പാക്കുകളൊക്കെ ചെയ്തിട്ട് ഞാൻ കമൻസ് ഒക്കെ കാണുന്നുണ്ട്. പാക്കുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി, റിസൾട്ട് ഉണ്ട് എന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ പാക്ക് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ കരിഞ്ജീരകവും ഉലുവയാണ്. അപ്പോൾ 2 സ്പൂൺ അളവിൽ കരിഞ്ജീരകവും 2 സ്പൂൺ അളവിൽ ഉലുവ എടുത്തിട്ട് ഞാൻ തലേ ദിവസം കുതിർക്കാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ കുതിർക്കാൻ എടുക്കുന്നതൊക്കെ കാണിക്കണം എന്ന് വിചാരിച്ചു, ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഞാനിത് കുതിർത്ത് വെച്ചതാണ് കേട്ടോ ഞാനിപ്പോൾ കാണിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ 2 സ്പൂൺ അളവിൽ കരിഞ്ജീരകവും 2 സ്പൂൺ അളവിൽ ഉലുവ എടുത്തിട്ട് കഴുകിയിട്ട് തലേ ദിവസം കുതിർക്കാനിടുക. അന്നത്തെ ദിവസത്തെ കഞ്ഞിവെള്ളത്തിൽ കുതിർക്കാനിട്ടാൽ മതി കേട്ടോ. പിന്നെ നിങ്ങൾക്ക് കഞ്ഞിവെള്ളം സ്യൂട്ടാവാത്തവരുണ്ടെങ്കിൽ വെള്ളത്തിൽ കുതിർക്കാൻ ഇട്ടാൽ മതി. കഴുകിയിട്ട് കുതിർക്കാൻ ഇടാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ തേങ്ങയാണ് കേട്ടോ. ഞാനിവിടെ ഏകദേശം ഒരു 4 സ്പൂൺ അളവിൽ തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ നമ്മൾ ചേർക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ മുടിക്ക് ആ ഒരു മോയ്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കഞ്ഞിവെള്ളവും കരിഞ്ജീരകവും ഉലുവയും അത്യാവശ്യം മുടിക്ക് ഡ്രൈനസ് ഉണ്ടാക്കുന്ന 3 ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ തേങ്ങ ചേർക്കാതെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മുടെ മുടി ഒരു പരിധിയിൽ കൂടുതൽ ഡ്രൈനസ് ഉണ്ടാവും. അപ്പോൾ ഏകദേശം ഒരു 4 സ്പൂൺ അളവിൽ നിങ്ങൾ തേങ്ങ എടുക്കുക കേട്ടോ. ഇനി നിങ്ങൾക്ക് തേങ്ങ എന്തെങ്കിലും മുടിക്ക് ചേരാത്ത പ്രശ്നം ഉണ്ടെങ്കിൽ, തേങ്ങാപ്പാൽ എന്തെങ്കിലും ചേരാത്ത പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് പകരമായിട്ട് തൈര് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു 2 സ്പൂൺ അളവിൽ തൈര് ചേർത്ത് കൊടുത്താൽ മതി. ഈ തേങ്ങയും തൈരും പറ്റില്ല എന്നാണെങ്കിൽ മുടിയിൽ അത്യാവശ്യം നന്നായിട്ട് ഓയിൽ തേച്ചിട്ട് പാക്ക് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്താണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അരയ്ക്കുന്ന സമയത്ത് അറിയാലോ, ഉലുവയുള്ള സമയത്ത് പാക്ക് തിക്കായിട്ട് വരും. അപ്പോൾ കൂടുതൽ തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ തലേദിവസത്തെ കഞ്ഞിവെള്ളം കുറച്ച് എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ കഞ്ഞിവെള്ളം കുറച്ചും കൂടി ചേർത്തിട്ട് അരച്ചു കൊടുത്താൽ മതി കേട്ടോ. കഞ്ഞിവെള്ളം പറ്റില്ലെങ്കിൽ വെള്ളം ചേർത്തിട്ട് അരച്ചാലും മതി. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മളിപ്പോൾ അരച്ചെടുത്തിട്ടുള്ള പാക്ക് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഒരു തുണി ഉപയോഗിച്ചിട്ട് നമുക്കിത് അരിച്ചെടുക്കാം. ഉലുവയുടെ പാക്ക് എല്ലാവരും പറയലുണ്ട് അരിച്ചെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്, അരിച്ചെടുക്കാൻ മടിയാവുന്നു എന്നൊക്കെ പറയലുണ്ട്. അങ്ങനെ മടിച്ച് നിൽക്കരുത് കേട്ടോ. ഉലുവയുടെ പാക്ക് ഞാൻ പറഞ്ഞല്ലോ, അരിക്കാതെ ഉപയോഗിക്കുന്നത് നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ്, താരൻ്റെ പ്രശ്നമൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും കുറച്ച് സമയം എടുത്തിട്ട് നല്ല വൃത്തിയായിട്ട് തന്നെ അരിച്ചെടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ ഇന്നത്തെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ എത്ര ഉള്ളില്ലാത്ത മുടിയാണെങ്കിലും നമുക്ക് ഒറ്റ യൂസിൽ ഉള്ളുള്ളതായിട്ട് തോന്നിപ്പിക്കാനായിട്ട് സഹായിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഹെയർ പാക്കാണ് ഇത്. ആഴ്ചയിൽ ഒരു തവണയൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. നമുക്ക് മുടി നല്ല ഉള്ളോടുകൂടി വളരാൻ ഇത് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് സ്കാൽപ്പിലും മുടിയിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കാം. അപ്പോൾ മുടിയിലേക്ക് പാക്ക് തേക്കുന്നതിന് മുമ്പായിട്ട് മുടിയിൽ കുറഞ്ഞ അളവിൽ ഞാൻ എണ്ണ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുടി ഡ്രൈ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ മാത്രം ഓയിൽ തേച്ചാൽ മതി. ഓയിലി ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ എണ്ണ തേക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ പാക്കിലേക്ക് തേങ്ങയൊക്കെ ചേർത്തിട്ടുണ്ട്. പിന്നെയും എന്താ വെച്ചാൽ ഉലുവയും കരിഞ്ജീരകവും ഒക്കെ ആയതുകൊണ്ട് ഡ്രൈനസ് ഉണ്ടാവും. അതുകൊണ്ട് കുറഞ്ഞ അളവിൽ കേട്ടോ, ഒരുപാട് അളവിൽ എണ്ണ തേച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബൗൺസി ഫീൽ, ഒറ്റ യൂസിൽ ഉള്ളു കൂടുന്ന ആ ഒരു ഫീലൊന്നും നമുക്ക് കിട്ടില്ല. അപ്പോൾ കുറഞ്ഞ അളവിൽ ജസ്റ്റ് മേലെക്കൂടി ഒന്ന് മുടിയിലും സ്കാൽപ്പിലൊക്കെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് പാക്ക് തേക്കാം കേട്ടോ. പാക്ക് ഞാൻ എപ്പോഴും പറഞ്ഞു ഇത് റിപ്പീറ്റ് ആവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. സ്കാൽപ്പിൽ നന്നായിട്ട് തന്നെ നിങ്ങൾ തേച്ച് കൊടുക്കുക കേട്ടോ. സെക്ഷനായിട്ട് മുടി എടുത്തിട്ട് സ്കാൽപ്പിൽ എല്ലായിടത്തും ആവുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കുക. സ്കാൽപ്പിൽ തേച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മുടിയിലേക്കും തേച്ച് കൊടുക്കണം കേട്ടോ. കാരണം നമുക്ക് മുടിയിൽ ആ ഒരു ടെക്സ്ചറൊക്കെ മാറണമെങ്കിൽ മുടിയിലും നന്നായിട്ട് തേച്ച് കൊടുക്കണം. അപ്പോൾ നല്ല രീതിയിൽ നമ്മളൊരു മാസ്ക് ഒക്കെ ഇടില്ല, അതേപോലെ തന്നെ മുടിയും സ്കാൽപ്പൊക്കെ കവർ ചെയ്യുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ എല്ലായിടത്തും തേച്ച് കൊടുക്കുക.
പിന്നെ ഈ ഒരു പാക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഒക്കെ പോകുന്നതിന്റെ തലേ ദിവസം ചെയ്യുകയാണെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് മുടിയൊക്കെ നല്ല ഉള്ളുള്ളതായിട്ട് ഫീൽ ചെയ്യും കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, എത്ര ഉള്ളില്ലാത്ത മുടിയാണെങ്കിലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നമുക്കുള്ള മുടി ഒരു ഡബിൾ ആയ പോലെ ഒരു ഫീൽ നമുക്ക് തോന്നും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആഴ്ചയിൽ ഒരു തവണ വെച്ചിട്ട് നമ്മളിത് നമ്മുടെ റുട്ടീനിലൊക്കെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ 1 മാസം കൊണ്ടൊക്കെ നമുക്ക് പുതിയ മുടികളൊക്കെ വളരുന്നതായിട്ട് നന്നായിട്ട് അറിയാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പൊ ഞാനിതാ സ്കാൽപ്പിൽ മുടിയിലൊക്കെ നന്നായിട്ട് തന്നെ തേച്ച് കൊടുത്തിട്ടുണ്ട്. മുടി അങ്ങോട്ട് മുഴുവനായിട്ട് തേച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിച്ച് വെക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് പിടിച്ച് കെട്ടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ വലിച്ചു കഴിഞ്ഞാൽ മുടി പൊട്ടിപ്പോകും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും നമ്മൾ ഒട്ടിച്ച് വെക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഇനി ഒരു 15 മിനിറ്റ് നേരം ഇതുപോലെ തന്നെ വെച്ചിട്ട് നമുക്ക് കഴുകാം കേട്ടോ. അപ്പൊ ഞാനിപ്പോ പാക്ക് തേച്ചിട്ട് ഒരു 15 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. തണുപ്പ് പറ്റാത്ത ഒരു 15 മിനിറ്റ് നേരം വെക്കണമെന്നില്ല. 10 മിനിറ്റോ 5 മിനിറ്റ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് കഴുകാം. നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. ഒരുപാട് ദിവസമായാലും നമ്മളിപ്പോൾ ഹെയർ പാക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നപ്പോൾ ആരോഗ്യം ശ്രദ്ധിച്ചിട്ട് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. അപ്പൊ ഇന്നത്തെ ദിവസം താളിയോ ഷാമ്പോ ഒന്നും ഉപയോഗിക്കുന്നില്ല, വെറുതെ വെള്ളത്തിലാണ് നമ്മൾ കഴുകുന്നത്. പിന്നെ ഇന്നത്തെ പാക്ക് കുറച്ച് ഹെവി ആയിട്ടുള്ള പാക്കാണ്, അതുകൊണ്ട് കുറച്ച് കൂടുതലായിട്ട് വെള്ളം ഉപയോഗിച്ചിട്ട് തന്നെ നിങ്ങൾ കഴുകണം. ഞാൻ എല്ലാ വീഡിയോയിലും ഇങ്ങനെ റിപ്പീറ്റ് പറയുകയാണ്. ഉലുവയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പശവശപ്പ് ഉണ്ടാവും. അപ്പൊ നമ്മളിങ്ങനെ പെട്ടെന്ന് അങ്ങ് കഴുകി എടുത്തു കഴിഞ്ഞാൽ ഉലുവ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ സ്കാൽപ്പിൽ നിന്ന് പോവില്ല. നമ്മൾ കഴുകി കഴിഞ്ഞിട്ട് നമുക്ക് ഇച്ചിങ്ങിന്റെ പ്രശ്നം വരും കേട്ടോ, ഉലുവ നമ്മുടെ സ്കാൽപ്പിൽ ഉണ്ടെങ്കിൽ. അപ്പൊ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കൂടുതലായിട്ട് വെള്ളം ഉപയോഗിച്ചിട്ട് നല്ല വൃത്തിയായിട്ട് തന്നെ നിങ്ങൾ കഴുകി എടുക്കണം. പിന്നെ ബക്കറ്റ് ഹെയർ വാഷ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. നമ്മുടെ പാക്ക് നമ്മുടെ മുടിയിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് പോവുകയും ചെയ്യും. അത് മാത്രമല്ല നമുക്കിത് ഹെയർ ഗ്രോത്തിന് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ബക്കറ്റ് ഹെയർ വാഷ് ഒക്കെ ചെയ്യാൻ പറ്റുന്നവരൊക്കെ അങ്ങനെ നല്ല വൃത്തിയായിട്ട് മുടി കഴുകി എടുക്കുക. പിന്നെ ബക്കറ്റ് ഹെയർ വാഷ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ആ ഉള്ള വെള്ളത്തിൽ തന്നെ കഴുകിക്കൊണ്ടിരിക്കരുത്, വെള്ളം മാറ്റി മാറ്റി കഴുകണം കേട്ടോ. അപ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ എന്താ പറയുക ബക്കറ്റ് ഹെയർ വാഷ് ചെയ്താൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാവുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ മുടി വളരാൻ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ വെള്ളം മാറ്റി മാറ്റിയിട്ട് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നല്ല വൃത്തിയായിട്ട് തന്നെ കഴുകി എടുക്കുക. അപ്പൊ നമ്മുടെ ചലഞ്ചിൽ 6ാമത്തെ ദിവസം നമ്മൾ മുടിയിൽ ഇത്രയും കാര്യങ്ങളാണ് ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ ഇന്നത്തെ ദിവസം മുടി കഴുകി ഉണങ്ങി കഴിഞ്ഞിട്ട് നൈറ്റ് ഹെയർ കെയർ നിങ്ങൾ സിമ്പിൾ ആയിട്ട് ചെയ്തു കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ നമ്മൾ 6ാമത്തെ ദിവസമാണ് ഇപ്പൊ ചെയ്തത്. നാളത്തോട് കൂടി നമ്മുടെ ചലഞ്ച് കംപ്ലീറ്റ് ആവുകയാണ്. കുറച്ച് പേരൊക്കെ കമന്റിലൂടെ നല്ല റിസൾട്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എങ്ങനെ ഉണ്ട് എന്നുള്ളത് ജെന്യൂൻ ആയിട്ട് പറയണം കേട്ടോ. നല്ലത് മാത്രം പറയണമെന്നല്ല, നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും നിങ്ങൾ എന്തായാലും കമന്റിലൂടെ പറയണം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.